നല്ല റോളുണ്ട്. വില്ലനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വില്ലൻ കേരളം ഭരിക്കുമോ? കേരള 100 കോടി ക്ലബ്ബ് കയറും ഈ സിനിമ. നല്ല പടമാണ്. അത് കേട്ടപ്പോൾ കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ ക്ലൈമാക്സ് അടിപൊളി സൂപ്പർ. നമുക്ക് വിറപ്പിച്ചോ? നമുക്ക് എൻ്റെ വില്ലൻ പേശാണ്. അടിപൊളി കൊള്ളാം. മമ്മൂട്ടി വിചാരിച്ചേക്കാൾ അടിപൊളി. വിനായകൻ തകർത്തു. സൂപ്പറാ. മമ്മൂട്ടി ഇല്ല, നെഗറ്റീവ് റോൾ എപ്പോഴും ചെയ്യുമ്പോൾ മമ്മൂട്ടി അടിപൊളിയായിരിക്കും. ഇതിലത് തെളിച്ചിരിക്കുക. സൂപ്പർ. അതും അടിപൊളി. ഒന്നിനൊന്നിനെ മെച്ചമാണ് രണ്ടുപേരും. അതും കൊള്ളാം. മുജീബ് മജീദിന്റെ മ്യൂസിക് ആയിരുന്നു, അതും അടിപൊളിയായിരുന്നു. തിയേറ്റർ വാച്ച് വിളിച്ചടക്കിയിട്ടുണ്ട്. ഇതുവരെ ശരിക്കും ഒരു പുതിയൊരു ഇത് തന്നെയാണ്. നമുക്ക് ഒരു കണ്ടറിയാം. അത് തന്നെ അടിപൊളി അടിപൊളി എന്നാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. സൂപ്പർ. എന്ത് ഒയ്യോ BGM ഒക്കെ കലക്കി എന്ന് വെച്ചാൽ ലിറ്ററലി സീൻ ബൈ സീനായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കണ BGM. കറക്റ്റായിട്ട് സീൻ ബൈ സീനായിട്ട് പേസ് വെച്ചാണ് BGM. സൂപ്പർ. പൊളിച്ചടങ്ങിയത്. കൊള്ളാം. അടിപൊളി അടിപൊളി അതാണ്. അടിപൊളി ഒരു വില്ലൻ. വിനായകൻ പൊളി. അടിപൊളി. ക്ലൈമാക്സ് ഒക്കെ വിഷയം. അടിപൊളി. ഇഷ്ടപ്പെട്ടു. ഗംഭീരം. അടിപൊളി പടം. ഇത് ഗംഭീരം എന്ന് പറയാം. സൂപ്പർ. ഹാപ്പിയാണ്. അടിപൊളി. ക്ലൈമാക്സ് ഒക്കെ ഗംഭീരം. അടിപൊളിയായിരുന്നു. വിനായകനാണ് തകർത്തേക്കണേ. മമ്മൂട്ടി മോശമായിരുന്നല്ല, പക്ഷെ വിനായകൻ ഒരു രക്ഷയില്ല. അടിപൊളിയാ. ഗംഭീരം. പിന്നെ എല്ലാവരും അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. മമ്മൂക്കാൻ്റെ ഫാൻസ് അല്ലാത്തവർ എനിക്ക് തോന്നുന്നു ഇത് കാണണം. മമ്മൂക്ക ഈസ് സച്ച് ആൻ അമേസിങ് ആക്ടർ. ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. ആരും ഇത് സ്പോയിൽ ചെയ്യരുത്. ഈ മൂവി കാണണം. ഈ മൂവി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. ഒരുപാട് ഇഷ്ടമായി. എല്ലാ യുണീക്ക് സെലക്ഷൻസ് ആണ് അവരുടെ. ഞാൻ ഇവരുടെ ടീമായിട്ട് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ട്. നല്ല കോൺഫിഡൻസ് ആയിരുന്നു അവർക്ക് അപ്പോഴേ. നല്ല മൂവിയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ടീമും ഇതുപോലത്തെ യുണീക്ക് സിനിമകൾ എടുക്കട്ടെ.